ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെഹ്റാനിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ബഹ്റൈനിലെ US സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഖത്തറിൽ, അബുദാബിയിൽ ഉൾപ്പെടെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. ഫൈസൽ, അതാണ് നമ്മൾ ഏറ്റവും ഒടുവിലും പറഞ്ഞതുപോലെ തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ്. നേരത്തെ അമേരിക്ക യുദ്ധഭീഷണി മുഴക്കിയപ്പോഴൊക്കെ തന്നെയും ഇറാൻ പറഞ്ഞിരുന്നതും അതാണ്, ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടി, അത് ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയായിരിക്കുമെന്ന് പറയുന്നു. നേരിട്ട് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തുക സാധ്യമല്ലാത്തതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയെല്ലാം ഒരേ സമയം ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. കൃത്യമായ തയ്യാറെടുപ്പ് ഇറാനും നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ വിനിത? ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. അബുദാബിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ, അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും സുപ്രധാനമായ വിവരമാണ്. ഇതുവരെയുള്ള ആക്രമണങ്ങളിലൊന്നും ആളപായമുള്ളതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല. ആദ്യമായി ഇറാന്റെ തിരിച്ചടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ സൈനികനാണോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ജീവനക്കാരനാണോ അല്ലെങ്കിൽ ആക്രമണം പ്രതിരോധിച്ചപ്പോഴുണ്ടായ ഏതെങ്കിലും അപകടം സംഭവിച്ച് ആ തരത്തിലാണോ മരണം എന്നുള്ളതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. എന്തായാലും അബുദാബിയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഇറാഖിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലും ഒരാൾ കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ 2 പേർ ഇതിനോടകം തന്നെ ഇറാന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം US സൈനികരാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്നില്ല. എന്തായാലും ഇരുപക്ഷവും കടുത്ത പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. മേഖലയിലെ എല്ലാ അറബ് രാജ്യങ്ങളെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇറാന്റെ അയൽ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെയെല്ലാം ഇതിനോടകം തന്നെ ഇറാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. ഏറ്റവും സുപ്രധാനമായ ഖത്തറിലെ അൽ ഉദൈദിലേക്ക് ആക്രമണം നടത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നേവൽ ബേസായ മനാമയിലെ ബഹ്റൈനിലെ സൈനിക നേവൽ ബേസിലേക്ക് ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ശ്രമങ്ങൾ നടക്കുന്നു, അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇറാന്റെ ലക്ഷ്യവും ഒരുപക്ഷെ അത് തന്നെയാണ്. ഈ പെട്ടെന്നുള്ള തിരിച്ചടി, ഒരാക്രമണത്തിന് കടുത്ത രീതിയിൽ തിരിച്ചടിക്കുക, പ്രത്യാക്രമണം നടത്തുക എന്നുള്ള ഇറാന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ലോകത്തെ മുഴുവൻ ഈ വിഷയത്തിലേക്ക് വരിക, അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക, അങ്ങനെ ഈ ഇരു രാജ്യങ്ങളെയും ഇരുപക്ഷത്തെയും വീണ്ടും ഒരു മേശയ്ക്ക് ചുറ്റും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. അവർക്ക് അതിന് ആഗ്രഹമില്ല. പക്ഷേ മറുവശത്ത് ഇറാനെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളത് ഇസ്രായേലിനും US-നുമാണ്. അതിന് മറുപടി എന്നുള്ളത് ഇസ്രായേലിനെയും US-നെയും മാത്രം മറുപടി നൽകുക എന്നുള്ളത് മാത്രമല്ല, ഈ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാന ശക്തിയായ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ആക്രമണം നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആക്രമണം, നമുക്കറിയാം ഈ ആക്രമണം തുടർന്നു പോയാൽ അതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് ഇറാൻ ഭരണകൂടത്തിന് ഏറ്റവും നന്നായി അറിയാം. കാരണം അമേരിക്കയുടെ ലക്ഷ്യം ഒരാണവ കരാറിൽ ഇറാനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയോ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചു എന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയോ അല്ല, മറിച്ച് ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ നേതാവിന് അല്ലെങ്കിൽ അവരുടെ അതുവഴിയുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് റസാ പഹ്ലവിയെ അവരെ അവരോധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ളത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.